ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരക്കാരെ പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ ഭാഗമായി പ്രവർത്തകർ പുതിയകോട്ടയിൽ റോഡും ഉപരോധിച്ചു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കോഴിക്കോട് പേരാമ്പ്രയിലുണ്ടായ CPIM കോൺഗ്രസ് സംഘർഷത്തിനിടെ KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട്ട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നിരവധി പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ ഓഫീസ് പരിസരത്തെത്തിയതോടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇത് മറികടക്കാനുള്ള ശ്രമത്തിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. ഇതേ തുടർന്ന് സമരക്കാരെ പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നാലെ പിന്തിരിഞ്ഞുപോയ പ്രവർത്തകർ പുതിയകോട്ട ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഉപരോധം അവസാനിപ്പിക്കാത്തതിനാൽ പോലീസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു. ഇത് പ്രവർത്തകർ ചെറുത്തതോടെ സ്ഥിതിഗതികൾ രൂക്ഷമാവുകയും സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തു. ഒടുവിൽ നേതാക്കൾ തന്നെ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് സമരം ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഷാഫി പറമ്പിലിനെ അടിച്ച പോലീസുകാരനെ കൃത്യമായി അദ്ദേഹത്തിനും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അറിയാം. ആ ചെറ്റയോട് പറയുന്നു, ഇനി സല്യൂട്ട് അടിക്കാൻ നിന്റെ കൈ പോകില്ല എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ഈ അവസരം ഉപയോഗിക്കുക. ഇവിടെ നിൽക്കുന്ന പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ തല്ലിയാലും ചോര വരും, നിങ്ങളെ തല്ലിയാലും ചോര വരും, നിങ്ങളുടെ ദേഹവും ഇരുമ്പൊന്നുമല്ല എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുക. ഈ പ്രിയപ്പെട്ട മാർട്ടിൻ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന 6 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണത്തിന് അറുതി ഉണ്ടാകും എന്നും പിണറായി വിജയന് സല്യൂട്ട് അടിക്കാമെന്നാണ് കേരളത്തിലെ പോലീസിന്റെ ധാരണയെങ്കിൽ ആ ധാരണ അങ്ങ് മാറ്റിവെക്കണം. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടായാൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പണിക്കും എണ്ണി പകരം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM മുനൈസ്, ജില്ലാ ഭാരവാഹികളായ മാർട്ടിൻ ജോർജ്, വിനോദ് കപ്പിത്താൻ, രതീഷ് കാട്ടുമാടം, സുജിത്ത് തച്ചങ്ങാട്, റാഫി അടൂർ, ഗിരികൃഷ്ണൻ കൂടാല, ശിവപ്രസാദ് അർവാത്ത്, അക്ഷയ S ബാലൻ, രേഖ രതീഷ്, അനൂപ് കല്യോട്ട്, രജിത രാജൻ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ഷിബിനു പിലിക്കൈ, ജുനൈദ് ഉറുമി, വസന്തൻ ബന്തലക്ക, ജോബിൻ കമ്പല്ലൂർ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവാസ് ഉണ്ണിയാടൻ, KSU ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.